അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് സുന്ദരവാണ്ടിപുരം. കുറച്ച് സൂര്യകാന്തി തോട്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. തമിഴ്നാട് കയറി കൊല്ലത്ത് നിന്ന് ഇറങ്ങി, രാവിലെ ഇറങ്ങി സുന്ദരവാണ്ടിപുരത്തേക്കുള്ള ട്രാവലിങ്ങിലാണ്. തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കാറ്റാടി. കാറ്റാടി അല്ലല്ലോ, ഇതിനെന്താ പറയുക നമ്മൾ? കാറ്റാടി എന്ന് പറയും അല്ലേ? ഇങ്ങനെയുള്ള സംഭവം ജെയിൻ വീൽ എന്നല്ലല്ലോ, വിൻമിൽ. വിൻമിൽ എന്ന് പറയും. ആ സാധനങ്ങൾ തന്നെ ഫുള്ള് ഇതാണ്. എന്തായാലും പവർ കട്ടും കാര്യങ്ങളും ഇല്ലല്ലോ ഇവിടെ, അത് സന്തോഷം. നല്ല വിജനമായ ഏരിയ. നമ്മൾ സുന്ദരവാണ്ടിപുരത്ത് എത്തിയിരിക്കുവാണ്. വേണ്ടെന്നൊക്കെ പറയുന്നു കേട്ടാ. ഇത് കുറച്ച് സൂര്യകാന്തി ഇങ്ങനെ വിടർന്ന് ഇപ്പുണ്ട്. അപ്പോൾ ഫൈനലി വി റീച്ച് സുന്ദരപാണ്ഡിപുരം. സൂര്യകാന്തി തോട്ടം കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും വേണ്ട ആ ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടൻ നിൽക്കുന്ന ചേട്ടൻ, ഇവിടെ 1 കിലോ സൂര്യകാന്തിക്ക് 2000 രൂപയെന്നാണ് പറയുന്നത്. 2000 രൂപയുണ്ട് 1 കിലോ സൂര്യകാന്തി. പക്ഷേ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ 100 രൂപ കൊടുക്കണം. 100 രൂപ തന്നിട്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും ഫോട്ടോയോ വീഡിയോ എന്ത് വേണമെങ്കിലും എടുത്തു. പക്ഷേ 100 രൂപ കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങാൻ അവർ സമ്മതിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഇടയിൽ ഇവിടെ 2-3 ദിവസമായിട്ട് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയുടെ പെയ്തിട്ട് ഇവിടുത്തെ ഇത് മൊത്തം ഇങ്ങനെ ചെളിയായിട്ട് കിടക്കുകയാണ് ഫുള്ള്. അപ്പോൾ ചെളി ആയതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഇത് മൊത്തം നശിക്കും. സോ ഇതിനിടയിലേക്ക് ഇറങ്ങാനുള്ള സമ്മതിക്കില്ലെന്നാണ് പറഞ്ഞത്. നമുക്കിവിടെ നിന്ന് കാണാം, കണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. കാണാൻ നല്ലതാണ്, കാണേണ്ടവർക്ക് വരാം. ഓക്കെ, ഇതുപോലെ ഒരുപാട് തോട്ടങ്ങളുണ്ട് കേട്ടോ. ഇതൊരാളുടെ തോട്ടമാണ്. ഒന്നും പറയാനില്ല, ഇവിടെ ഭയങ്കര കാറ്റാണ്. കാറ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നമ്മളെയും പറത്തി എടുത്തിട്ട് പോകുന്നിടത്തെ കാറ്റാണ്. അപ്പോൾ ഇത് കാണാനായിട്ട് തമിഴ്നാട്ടിലേക്ക് വന്ന് നമ്മളെ എന്താ പറയുക, മിക്കവാറും അടുത്ത പ്രാവശ്യം ഈ ഉടനെ തന്നെ ഇവിടെയും സൂര്യകാന്തി വരാനുള്ള ചാൻസ് ഉണ്ട്. അവരവിടെ എന്തോ ചെറിയ രീതിയിൽ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ എന്തൊക്കെയോ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഇവിടെയും സൂര്യകാന്തി പാടം വെക്കാനായിട്ടുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. കണ്ട വലിയ കാര്യമുണ്ടായിരുന്നു, നല്ല ചെളിയായി. അപ്പോൾ സുന്ദരവാണ്ടിപുരത്ത് വന്നു, സൺഫ്ലവർ തോട്ടം കണ്ടു. ഇനി അടുത്ത് നമുക്ക് തിരിക്കാം. അടുത്തൊരു പ്ലാനും കൂടിയുണ്ട്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, നമുക്ക് കുറ്റാലം വെള്ളച്ചാട്ടം ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. കുറ്റാലത്തേക്ക് പോകാം. അതിൽ പോകുന്നതിന് മുമ്പേ ഇവിടെ കുറച്ച് പച്ചക്കറിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ റോഡരികിൽ ഫുള്ള് നോക്കി, ഇവിടെ അങ്ങനെ പച്ചക്കറിക്കാരെ കാണുന്നില്ല. ഉണ്ടെങ്കിൽ വാങ്ങിക്കായിരുന്നു, ഫ്രഷ് പച്ചക്കറി കിട്ടുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കട്ടെ, അടുത്തൊരു പ്ലാൻ അങ്ങോട്ടേക്കും പോകണം. അവിടെ എന്തോ കൊടുക്കുന്നുണ്ട്, അവിടെ പച്ചക്കറിയാണോ എന്താണെന്ന് അറിയില്ല, നോക്കട്ടെ. ബ്രോ, നമ്മൾ പറഞ്ഞ പോലെ ഞാൻ പച്ചക്കറി
ഒരു സ്ഥലത്ത് അവിടെ കണ്ടേ, അവിടെ കയറി ചോദിച്ചപ്പോഴത്തേനും 1 കിലോ തക്കാളിക്ക് 50 രൂപ, ഉള്ളിക്ക് 1 കിലോയ്ക്ക് 50 രൂപ, സവാള 50 രൂപ. നമ്മുടെ അവിടെ 1 കിലോ തക്കാളിക്കൊക്കെ 30 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ആൾക്കാരെ നല്ല രീതിയിൽ പറ്റിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾ എന്തായാലും ഒന്ന് തിരിച്ച് കുറ്റാലത്തേക്ക് വിടുവാണ്. എന്തായിക്കോട്ടെ. വിചാരിച്ചതുപോലെ തന്നെ കുറ്റാലം എത്തി. പക്ഷെ ഇവിടെയും ഒരു രക്ഷയില്ല, ആൾക്കാരെ ഇറക്കില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നല്ല വെള്ളമൊഴുക്കുണ്ട്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ ആയാൽ പോലും ഇവിടെ ഇപ്പോൾ ആരുടെടുത്തും ഇറക്കണ്ടെന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. ആരെയും കുളിക്കാൻ ഇറക്കൂല. ഒരുപാട് പേര് വന്നിട്ട് നിരാശയായിട്ട് പോകുന്നുണ്ട്. കുളിക്കാനായിട്ട് തോർത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു രക്ഷയില്ലാതെ പോകുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. കണ്ട പിള്ളേരുടെയൊക്കെ ആ ഒരു വിഷമം നോക്കിയേ. അപ്പോൾ അങ്ങനെ അതും അടിമുടി. ശ്വാഹ. പറഞ്ഞ പോലെ തന്നെ നല്ല വെള്ളമൊഴുക്കുണ്ട്.